പക്ഷെ സഹകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിച്ചച്ചട്ടിയിലും യൂത്ത് കോൺഗ്രസുകാരോട് കൈയിട്ട് വാരരുത് എന്നൊരു അഭ്യർത്ഥന നിങ്ങൾ. വയനാട് ദുരന്ത ബാധിതരെ ചൂഷണം ചെയ്ത് ഫണ്ട് തട്ടിയെടുക്കുന്ന യൂത്ത് കോൺഗ്രസിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ഭിക്ഷയെടുത്താണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത്. സാഹചര്യം യൂത്ത് കോൺഗ്രസിനെ സഹായിക്കാന്നുള്ളതാണ്. ഇപ്പോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതർക്ക് 30 വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം വ്യാപകമായി ഫണ്ട് പിരിച്ച നേതൃത്വം കൊടുത്ത ആളാണ് യൂത്ത് കോൺഗ്രസ്. പക്ഷേ വ്യാപകമായി ഫണ്ട് പിരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് യാതൊരു കണക്കുമില്ല ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അപ്പം ഈ പൈസ പിരിച്ചത് മുഴുവൻ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൊട്ടിടിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പം വീണ്ടും അവര് ഈ വീട് നിർമ്മാണം വാഗ്ദാനം നൽകി ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല എന്നുള്ള ചർച്ച വന്നപ്പം പൈസ പിരിക്കാൻ വേണ്ടി വീണ്ടും തയ്യാറായി വരികയാണ്. അപ്പൊ പിന്നെ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ അവരെ ഞങ്ങളാവുന്ന വിധം സഹായിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റി, അതായത് ദുരന്തമുണ്ടായ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് വയനാട്ടിൽ നിന്ന് 61,72,158 രൂപ ഈ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് മാത്രം പിരിച്ച് സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി പിരിച്ച പൈസയാണ്. അപ്പോഴാണ് 88 ലക്ഷം രൂപ ആകെ കേരളത്തിലാകെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്ന് പറയുന്നത്. ഇത്രമാത്രം ഗതികെട്ട സംഘടനയാണോ യൂത്ത് കോൺഗ്രസ് എന്ന ആ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ എന്ന പിന്നെ കുറച്ച് പൈസ നാട്ടുകാരിൽ നിന്ന് ഭിക്ഷ തണ്ടി പിരിച്ചു നൽകാൻ നൽകിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ആണ് പിച്ചച്ചട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട്. പക്ഷെ സഹകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിച്ചച്ചട്ടിയിലും യൂത്ത് കോൺഗ്രസുകാരോട് കൈയിട്ട് വാരരുത് എന്നൊരു അഭ്യർത്ഥന നിങ്ങൾ പറയണമെന്നതാണ് പൊതുജനങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകരുത്. ഈ ലഭിക്കുന്ന പൈസ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് മണി ഓർഡറായി ഡിവൈഎഫ്ഐ അയച്ചു നൽകും.